നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ഇന്നും 4 മരണം റിപ്പോർട്ട് ചെയ്തു. 35 പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രതിദിന കണക്ക് പ്രകാരം രാജ്യത്താകെ 24 മണിക്കൂറിനിടയിൽ 51 പേർ രോഗമുക്തി നേടി. 38,341 PCR പരിശോധനകളാണ് ഇന്ന് നടന്നത്. രാജ്യത്താകെ റിപ്പോർട്ട് ചെയ്ത രോഗബാധിതരുടെ എണ്ണം 5,47,532 ഇതിൽ 5,36,585 പേരും സുഖം പ്രാപിച്ചു. ആകെ 8,743 പേർ മരിച്ചു. ബാക്കി ചികിത്സയിലുള്ളവർ 141 പേർക്ക് മാത്രമാണ് ഗുരുതരസ്ഥിതി. ഖത്തറിൽ 62 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 95 പേർ കൂടി രാജ്യത്ത് പുതുതായി രോഗമുക്തി നേടി. ആകെ 2,36,758 പേരാണ് രോഗമുക്തി നേടിയിട്ടുള്ളത്. പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 37 പേർ സ്വദേശികളും 25 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 607 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ആകെ 2,37,359 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഷഹീൻ ചുഴലിക്കാറ്റിനും കനത്ത മഴയെ തുടർന്നുണ്ടായ ഒഴുക്കിലുമായി കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 13ആയി. അമീറാത്ത് വിലായത്തിൽ ഒമാനിയെയാണ് വാദി അദി പ്രദേശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാണാതായ 2 പ്രവാസികളെ രക്ഷിച്ചതായും ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഇനി 2 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നും നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു. കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച അടുത്ത 50 വർഷത്തേക്കുള്ള 10 തത്വങ്ങൾക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അംഗീകാരം നൽകി. രാജ്യത്തെ എല്ലാ മന്ത്രാലയങ്ങളും ഫെഡറൽ ലോക്കൽ ഭരണ സ്ഥാപനങ്ങളും മറ്റും സംവിധാനങ്ങളും ഈ തത്വങ്ങൾ പാലിക്കണമെന്നും എല്ലാ നിർദ്ദേശങ്ങളുടെയും തീരുമാനങ്ങളുടെയും അടിസ്ഥാനമായി ഉപയോഗിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. UAEയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സാഹചര്യത്തിലാണ് ഭാവിയിലേക്ക് ആവശ്യമായ തത്വങ്ങൾ ഭരണ നേതൃത്വം രൂപപ്പെടുത്തിയത്. കുവൈറ്റിൽ കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് മെസ്ല ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 10 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കോസ്റ്റ് ഗാർഡ് 9 പേരെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചെങ്കിലും 2 പേർ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. 10ാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ചികിത്സയിലുള്ള 7 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അപകടത്തിൽപ്പെട്ടവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമല്ല. സൗദി അറേബ്യയിൽ ഇനി മുതൽ പുറത്തിറങ്ങാൻ കോവിഡ് പ്രതിരോധ വാക്സിൻ 2 ഡോസ് എടുക്കൽ നിർബന്ധമാക്കി. രാജ്യത്ത് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇന്നു മുതൽ രാജ്യത്ത് സ്വദേശികൾക്കും വിദേശികൾക്കുമുള്ള വ്യക്തിവിവര ആപ്പായ തവക്കലിനായിലെ ആരോഗ്യ സ്റ്റാറ്റസിലുണ്ടായ പുതിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുകയുണ്ടായി. സൗദിയിൽ ജോലി സ്ഥലത്തും പൊതുയിടങ്ങളിലും ഗതാഗത സംവിധാനങ്ങളും പ്രവേശിക്കാൻ 2 ഡോസ് വാക്സിൻ നിർബന്ധമാണെന്ന പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തവക്കലിന അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള ഖത്തറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പൊതുമരാമത്ത് മന്ത്രാലയമായ അഷ്ഗാലിന് കീഴിലെ റോഡ് നിർമ്മാണങ്ങളും ദ്രുതഗതിയിൽ മുന്നേറുന്നു. ഇന്ന് യാത്ര ചെയ്ത റോഡ് നാളെ അടച്ചുപൂട്ടി അറ്റകുറ്റപ്പണികളോ നിർമ്മാണങ്ങളോ ആയേക്കാം. ഈ സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഡ്രൈവർമാർ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് തിരക്കൊഴിഞ്ഞ ബദൽ റൂട്ടുകൾ തെരഞ്ഞെടുക്കണമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഗതാഗത വകുപ്പ്. ഖത്തർ TVക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം ഡയറക്ടർ കേണൽ മുഹമ്മദ് റാദിൽ അൽ ഹാജിരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. UAE ദേശീയ ദിനത്തിന് 2.5 മാസം ബാക്കിയിരിക്കെ അബുദാബി നഗരം സുവർണ ജൂബിലി അലങ്കാരങ്ങളിൽ മുങ്ങിത്തുടങ്ങി. രാജ്യപുരോഗതിയുടെ 5 ദശകങ്ങൾ വ്യക്തമാക്കുന്നതാണ് പല അലങ്കാരങ്ങളും. കുട്ടികൾ കൈകളിൽ ദേശീയപതാക പിടിച്ചു നിൽക്കുന്ന വർണ്ണചിത്രങ്ങൾ നഗരത്തിൽ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള ട്രാഫിക് നിയമത്തിൽ പുതുതായി മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെന്ന് ബഹ്റൈൻ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ വഹാബ് അൽ ഖലീഫ വ്യക്തമാക്കി. 2015 പരിഷ്കരിച്ച ട്രാഫിക് നിയമം രാജ്യത്ത് നടപ്പിലാക്കി തുടങ്ങിയത്. റെഡ് സിഗ്നൽ, മറിച്ചുകടക്കൽ, അമിതവേഗം എന്നിവയ്ക്ക് നിശ്ചയിച്ച പിഴയാണ് ഇന്നുമുള്ളത്. ഇക്കാര്യത്തിൽ പിന്നീട് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അമിതവേഗതയാണ് മാരകമായ അപകടങ്ങൾക്കിടയാക്കുന്ന മുഖ്യ കാരണമെന്ന് ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി. UAEയുടെ ചൊവ്വ ദൗത്യ പേടകമായ ഹോപ്രോ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അളവിൽ ഓക്സിജൻ ചൊവ്വയിൽ കണ്ടെത്തിയതായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചു. ചൊവ്വയുടെ വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് ഹോപ്രോബ് എടുത്ത ചിത്രങ്ങളും അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചു. ഹോപ്രോബിൽ നിന്ന് ലഭിച്ച ഈ വിവരങ്ങൾ നാസ ഉൾപ്പെടെയുള്ളവയുമായി പങ്കുവയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.